ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ അധികം പഴക്കമില്ലാത്ത ഒരു റോസാണ്. ഓൺലൈനിൽ ഞാൻ വാങ്ങിച്ചതാണ്. വാങ്ങിച്ച സമയത്തുള്ള ഇലകളെല്ലാം പോയി പുതിയ ഇലയും വന്ന് അതിനകത്ത് ആദ്യത്തെ പൂക്കാലമാണിത്. ആദ്യം വന്ന മുട്ടുകളാണ് എൻ്റെ പരിചരണത്തിൽ പിടിച്ചതിന് ശേഷമുള്ള. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോവ് കളറാണ് എൻ്റെ ഇതളിനെല്ലാം. ഇതളിൻ്റെ പുറകുവശം ക്രീം കളറും സെൻറ്ററിലേക്ക് വരുമ്പോഴത്തേക്കൊരു ക്രീമും മഞ്ഞയും കൂടെ കലർന്ന കളറ് കണ്ടു കഴിഞ്ഞാൽ എന്തോ അകത്ത് LED ലൈറ്റ് കത്തിച്ച് വെച്ച പോലെ ഉണ്ടല്ലേ. നല്ല മണമാണ്, നല്ല മണമാണ്. അത്യാവശ്യം 3-4-5 പൂക്കൾ പിടിച്ചിട്ടുണ്ട് ഇത്തവണ. പിന്നെ ചെടിക്കധികം പ്രായമില്ല. പ്രായം കൂടുമ്പോൾ പൂക്കളുടെ എണ്ണവും കൂടും, വലിപ്പവും കൂടും. എന്നാലും അത്യാവശ്യം വലിപ്പമുള്ള പൂക്കൾ തന്നെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. മഴയായതുകൊണ്ട് എല്ലാം നനഞ്ഞ് കുതിർന്ന് വിളറിപ്പോയി. അതുകൊണ്ട് കളറ് കുറവാ. എന്താ പറയുക, വിളറിയ കളറാണ്. കുറച്ചുകൂടെ കട്ടിക്ക് കിട്ടിയിട്ടില്ല. ആദ്യത്തെ ഒരു പൂ വാങ്ങിയ സമയത്തുള്ള കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മഴയായതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ആയത്. പിന്നെ എൻ്റെ ഇലകളൊക്കെ ഇനിയിപ്പോൾ വീണ്ടും പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതായത് സീസൺ മാറുകയാണെന്ന് സാരം. റോസിൻ്റെ ഇല മഞ്ഞളിക്കുമ്പോൾ എപ്പോഴും അത് ഫംഗൽ ഇൻഫെക്ഷൻ ആവണമെന്നില്ല. സീസൺ ചേഞ്ച് ചെയ്യുമ്പോൾ റോസ് ഇല പൊഴിക്കുക തന്നെ ചെയ്യും. എല്ലായ്പ്പോഴും ഇലകളോടുകൂടി നിൽക്കുന്ന ഒരു ചെടിയല്ല റോസ്. അത് സീസൺ അനുസരിച്ച് ചിലപ്പോൾ കമ്പുകൾ മാത്രമായിരിക്കും, ചിലപ്പോൾ ഇല മാത്രമായിരിക്കും. ഈ കമ്പൊക്കെ ഞാൻ നട്ടതിന് ശേഷം കിളിച്ചു വന്ന കമ്പുകളാണ്. നല്ല ആരോഗ്യമുള്ള തണ്ടുകൾ ബലത്തോടു കൂടി തന്നെ ഉണ്ടായത്. ആ പച്ചക്കളറുള്ള 2 തണ്ടുകൾ. അതിനകത്ത് ഒരെണ്ണത്തിൻ്റെ അറ്റത്ത് പൂവുണ്ട് താനും. പക്ഷേ ഇപ്പോഴത്തെ മഴക്കാലത്ത് വലിയ ആരോഗ്യമുള്ള പൂവെന്ന് പറയാൻ പറ്റില്ല. കഴിയുന്നത് മഴക്കാലത്ത് പൂ നിർത്താതിരിക്കുക.